പഞ്ചായത്ത് ജീവനക്കാരുടെ കെടുകാര്യസ്ഥത മൂലം വികലാംഗർക്ക് പെൻഷൻ നിഷേധിക്കുന്നതായി പരാതി. കുലശേഖരപുരം പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരാണ് വികലാംഗർക്ക് പെൻഷൻ നൽകാതിരിക്കുന്നത്. ഇതിനാൽ അർഹരായ വികലാംഗർക്ക് 2.5 വർഷക്കാലമായി പെൻഷൻ ലഭ്യമായിട്ടില്ല. വികലാംഗ പെൻഷന് വേണ്ടി പുതിയതായി അപേക്ഷ സമർപ്പിക്കുന്ന വികലാംഗർക്ക് വിചിത്രമായ 1973 നിയമവശങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടുള്ള മറുപടിയാണ് പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥർ നൽകുന്നത്. മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്ന വികലാംഗർക്ക് പെൻഷന് അർഹരല്ലെന്നും ആശ്രിതർക്ക് വാർഷിക വരുമാനം 600 രൂപയിൽ താഴെയുള്ളവർക്ക് മാത്രമേ പെൻഷൻ ലഭ്യമാകൂ എന്നാണ് ഉദ്യോഗസ്ഥരുടെ ഭാഷ്യം. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നേരിട്ട് പെൻഷൻ അനുവദിച്ച വികലാംഗർക്ക് പോലും നിയമങ്ങൾ പറഞ്ഞ് പണം അനുവദിക്കാതെ മടക്കി അയക്കുകയാണ്. വികലാംഗർക്ക് അനുകൂലമായിട്ടുള്ള പഞ്ചായത്ത് സമിതിയുടെ തീരുമാനം പോലും പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ പോലും നടപ്പാക്കാൻ തയ്യാറാകുന്നില്ലെന്ന് വികലാംഗർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 600 രൂപയിൽ താഴെ ആയിരിക്കണം എന്നുള്ളതാണ്. അതായത് മാസവരുമാനം 50 രൂപയായിരിക്കണം എന്നുള്ളതാണ് പഞ്ചായത്ത് സെക്രട്ടറി പറയുന്നത്. അപ്പൊ ഈ കാരണം പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ 2.5 വർഷക്കാലമായിട്ട് ഇവിടെ അപേക്ഷ നൽകുന്ന ഏതാണ്ട് 200ഓളം വരുന്ന വികലാംഗരിൽ വിരലിലുണ്ടാവുന്നവർക്ക് മാത്രമാണ് പെൻഷൻ കൊടുത്തിട്ടുള്ളത്. ബാക്കി മുഴുവൻ ആൾക്കാരെയും മടക്കി അയച്ചുകൊണ്ടിരിക്കുകയാണ്. വികലാംഗ പെൻഷനുമായി ബന്ധപ്പെട്ട് സർക്കാർ 5 പുതിയ നിയമ ഭേദഗതികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. ഇതിൽ വികലാംഗരുടെ ആശ്രിതർക്ക് വാർഷിക വരുമാനം 20,000 രൂപ വരെയുള്ളവർക്ക് പെൻഷന് അർഹരാണ്. ഇത് നിലനിൽക്കെയാണ് വികലാംഗരോട് ഉദ്യോഗസ്ഥരുടെ ക്രൂരത. പെൻഷൻ തുക കൊണ്ട് മാത്രം ജീവിക്കുന്ന ദരിദ്ര കുടുംബത്തിൽപ്പെട്ടവരാണ് പലരും. നീതി നിഷേധത്തിനെതിരെ ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുമായ KS പുരം സുധീർ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ടെന്ന് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.